കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരെണ്ണം ഒഴിച്ച് മറ്റെല്ലാ സർവേ ഫലങ്ങളും എക്സിറ്റ് പോളുകളും പരിപൂർണമായി പരാജയപ്പെട്ടു. അന്ന് കൃത്യമായി ഫലം പ്രവചിച്ച ഒരേ ഒരു മാധ്യമം നമ്മുടെ JP ടോക്സ് മാത്രമായിരുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. അന്നത്തെ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ പ്രവചനത്തിന്റെ വീഡിയോയുടെ ലിങ്ക് വെരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷനിലും ചേർക്കുന്നതാണ്. സംശയമുള്ള എല്ലാവരും തീർച്ചയായും അത് കണ്ട് ബോധ്യപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ JP ടോക്സിന്റെ പ്രഡിക്ഷൻ ഇതാ. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന് മുൻപ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഹരിയാനയിലേത്. കാരണം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി BJPയുടെ തകർച്ചയുടെ സ്പീഡ് അതിവേഗത്തിലാകും. അതായത് BJPയുടെയും മോദിയുടെയും തകർച്ചയുടെ ഒന്നാം ഇന്നിങ്സ് ആണ് ഹരിയാനയിൽ അരങ്ങേറുന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരും അതീവ പ്രാധാന്യത്തോടെ വേണം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാൻ. നമ്മുടെ ഈ പ്രഡിക്ഷൻ നടത്തുന്നത് ലഭ്യമായ എല്ലാ ഡേറ്റകളും കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ സ്വയം ഒരു സർവേ നടത്തിയല്ല. ഈ ലഭ്യമായ ഡേറ്റകളിൽ ചിലത് ഇതുവരെ വന്ന സർവേ ഫലങ്ങൾ, സ്വതന്ത്രരും വിശ്വസ്തരുമായ മാധ്യമപ്രവർത്തകരുടെ അവലോകനങ്ങൾ, വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭിച്ച ഗ്രൗണ്ട് റിയാലിറ്റി എന്നിവയാണ്. ഇതിന്റെ ആക്യുറസി 96% ആണ്. അതായത് 100 പ്രാവശ്യത്തിൽ 96 പ്രാവശ്യവും ശരിയാകും, 4 പ്രാവശ്യം തെറ്റാകും. ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായ കാറ്റുണ്ടോ എന്നുള്ളതിൽ സംശയമില്ല. അത് കൊടുങ്കാറ്റോ സുനാമിയോ വരെ ആകാനുള്ള സാധ്യത വരെയുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്നാമതായി ഹരിയാനയിൽ ഓരോ പാർട്ടികൾക്കും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത. കോൺഗ്രസ് 94%, BJP 6%. ഓരോ പാർട്ടികൾക്കും ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം: കോൺഗ്രസ് 55 മുതൽ 70 വരെ, BJP 10 മുതൽ 25 വരെ, മറ്റ് ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്രർക്കും 10 സീറ്റുകൾ. ഈ 10 സീറ്റുകളിൽ JJPക്ക് 0 മുതൽ 2 വരെ, INLDക്ക് 2 മുതൽ 3 വരെ, സ്വതന്ത്രരും AAPയും ചേർന്ന് 6 മുതൽ 7 വരെ. ഇതിൽ AAPക്ക് ഒരു സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റ് കക്ഷികൾക്കും സ്വതന്ത്രർക്കും ചേർന്ന് 10 സീറ്റുകൾ ഉറപ്പാണ്. പിന്നെ ശേഷിക്കുന്ന 80 സീറ്റുകളിൽ കോൺഗ്രസ് 70 എണ്ണം നേടുകയാണെങ്കിൽ BJP വെറും 10 സീറ്റിലേക്ക് ചുരുങ്ങും. കോൺഗ്രസിന് ലോവസ്റ്റ് നമ്പറായ 55 ആണ് ലഭിക്കുന്നതെങ്കിൽ BJPക്ക് പരമാവധി 25 സീറ്റുകൾ. ഇനി മോസ്റ്റ് പോസിബിൾ ഔട്ട്കം, ഏറ്റവും സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം: കോൺഗ്രസ് 63, BJP 17, മറ്റുള്ളവർ 10. കോൺഗ്രസിന്റെ സീറ്റുകൾ കാറ്റാണെങ്കിൽ 55, കൊടുങ്കാറ്റാണെങ്കിൽ 63, സുനാമി ആണെങ്കിൽ 70. ജമ്മു കാശ്മീരിലെ നമ്മുടെ പ്രഡിക്ഷൻ നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ്.